Hello everyone, welcome to G-Board. എല്ലാവർക്കും മക്കളെ G-Board 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. എടാ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഈ ഒരു ചാപ്റ്റർ എക്സാമിന് ഉണ്ടോ എന്ന് പലർക്കും ഡൗട്ടാണ്. എക്സാമിനുണ്ട്. കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും ഒക്കെ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു G-Board SSLC. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് മുന്നേ ഈ ചാപ്റ്ററിൽ 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിക്കാം. അതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇതിന് ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എന്താണ് ഡ്യൂൺസ് ആർ ദ പെക്യുലാരിറ്റി ഓഫ് വിച്ച് ഹിമാലയൻ റേഞ്ച്? ഡ്യൂണുകൾ ഏത് ഹിമാലയ നിരയുടെ സവിശേഷതയാണ്? ഇതിന് ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഇങ്ങനത്തെ 1 വേർഡുകളും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് മാപ്പ് ചോദിക്കുക എന്നുള്ള പേടി പല കുട്ടികൾക്കും ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് മാപ്പ് ചോദിക്കില്ല, പക്ഷേ പബ്ലിക് എക്സാമിന് മാപ്പ് ചോദിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഹിമാദ്രി ഹിമാചൽ റേഞ്ചസ്. അല്ലെ, ഹിമാദ്രി ഹിമാചൽ എന്നീ മലനിരകളുടെ സവിശേഷതകൾ വിശദമാക്കുക. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താണ് ഇതിന് ആൻസർ വരിക? നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഹിമാലയത്തിൽ 3 മലകളാണുള്ളത് കേട്ടോ. ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, സിവാലിക് ഉണ്ട്. ഹിമാലയത്തിലുള്ള 3 മലകൾ ഏതൊക്കെയാടാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്സ്. അല്ലെ, അതിൽ ഹിമാദ്രിയുടെ പ്രത്യേകത എന്താ? ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ മല ഏതാണ്? ഹിമാദ്രി ആണല്ലേ. ഏറ്റവും ഉയരം കൂടിയത് ഏതാ? ഹിമാദ്രി കഴിഞ്ഞാൽ ഏതാ? ഹിമാചൽ കഴിഞ്ഞാൽ ഏതാ? ശിവാലിക്. ഹിമാദ്രിയുടെ ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാടാ? 6000 മീറ്റർ. ശ്രദ്ധിക്കണം, ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാ? 6000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം എത്രയാ? 3000 മീറ്റർ ആണ്. ശിവാലിക്സിന്റെ ശരാശരി ഉയരം എത്രയാ? 1220 മീറ്റർ ആണ്. ഇതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ട പോയിന്റ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഈ ഹിമാദ്രിയിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര കേട്ടോ. റിവർ ഗംഗയും റിവർ ബ്രഹ്മപുത്രയും, ഗംഗ ബ്രഹ്മപുത്ര പോലുള്ള നദികളൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നാടാ? ഹിമാദ്രിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ഇസ് ദ ഒറിജിൻ പോയിന്റ് ഓഫ് റിവർ ഗംഗ? ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ്? ആൻസർ അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. അത് മാത്രമല്ല, ഈ ഹിമാചലിൽ എന്തുണ്ട്? ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല ആൻഡ് ഡാർജിലിംഗ്. നല്ല സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംലയും ഡാർജിലിംഗ് കാണുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. ശിവാലിക്സ് നമുക്ക് എന്താ കാണാൻ പറ്റും? ഡ്യൂൺസ്, അതായത് രണ്ട് മലകൾക്കിടയിലുള്ള താഴ്വരയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്യൂണുകൾ. അത് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ശിവാലിക്സിലാട്ടോ. ഇനി നമ്മൾ ഹിമാദ്രിയുടെ മറ്റൊരു പ്രത്യേകത നോക്കുമ്പോൾ, കാഞ്ചൻജംഗ, നന്ദാദേവി പോലെയുള്ള 8000 മീറ്റർ 8000 മീറ്ററിലും ഉയരമുള്ള കൊടുമുടികൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഹിമാദ്രിയിൽ കാണാൻ പറ്റും. ആ ഒരു സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റാണല്ലോ. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്, ഇതിന് 3ൻ്റെയും സവിശേഷതകൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്താടാ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ, ഡൗട്ട്, പ്രോബ്ലംസ്, ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? nafi.edupod എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോയും ചെയ്യട്ടോ. ഓൺലി ഫോർ എഡ്യൂപോഡ് സ്റ്റുഡൻസ്, എഡ്യൂപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. nafi.edupod ഒന്ന് ഫോളോ ചെയ്യാൻ, നിങ്ങൾ ടെൻഷൻസ് ഒക്കെ മെസ്സേജ് അയച്ചോ. അടുത്തത് 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻസ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം വ്യക്തമാക്കാനാണ്. അത് എന്തൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം? ഒന്നാമത്തെ എന്താ? ഹാവ് ബീൻ പ്രൊട്ടക്ടിങ് അസ് ഫ്രം ഫോറിൻ ഇൻവേഷൻ ഫ്രം ദി നോർത്ത് സിൻസ് ആൻഷ്യൻ ടൈമിൽ. പണ്ട് മുതലേ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് മഞ്ഞ് പുതച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നുള്ള വിദേശ ആക്രമണം, ആ ഭാഗത്ത് നിന്നുള്ള ആക്രമണത്തെ ആര് തടഞ്ഞു നിർത്തുന്നുണ്ട്? ഹിമാലയം തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് മാത്രമല്ല, ബ്ലോക്ക് ദ മൺസൂൺ വിൻ ആൻഡ് കോസ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദി നോർത്ത് ഇന്ത്യ. മൺസൂൺ കാറ്റിൽ തടഞ്ഞു നിർത്തി വടക്കേ ഇന്ത്യയിൽ മൊത്തം മഴ പെയ്യിക്കുന്നില്ല. ഈ മൺസൂൺ കാറ്റിൽ വീശുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യയിൽ മൊത്തം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് ആരാണ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആട്ടോ. അടുത്തെന്താടാ? പ്രിവെന്റ് ദ ഡ്രൈ കോൾഡ് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഫ്രം എൻറ്ററിംഗ് ഡ്യൂറിംഗ് ദ വിന്റർ. ശൈത്യകാലത്ത് ഇന്ത്യയിലേക്ക് വീശേണ്ട വരണ്ട കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യയുടെ തണുപ്പ് കാലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. കോസ് എമർജൻസ് ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ഒരുപാട് സസ്യങ്ങളും ജന്തുജാലങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്. ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു പോലെയുള്ള നദികളുടെ ഒറിജിൻ പോയിന്റ് ആട്ടോ. അപ്പോൾ ഇതിൽ 4 പോയിന്റ് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മെൻഷൻ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികളുടെ പൊതുവായ സവിശേഷതകൾ ഏതുമാണ്? അപ്പം ഈ ഒരു 4 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി എന്താ വെച്ചാൽ ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികളുണ്ട്, പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികളുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? പെനിൻസുലാർ റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികളാണെങ്കിലും രണ്ടും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൂടുതലുള്ള നദികളാണ് ഇത്, റിവേഴ്സ് ആണ് ഇത്, ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയൻ നദികൾ എല്ലാം കൂടുതലാണ്. എല്ലാം കൂടുതലുള്ള നദികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഹിമാലയൻ മൗണ്ടൻസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പെനിൻസുലാർ റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികൾ. പെനിൻസുലാർ റിവേഴ്സ് എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമി എന്നാട്ടോ. ഹിമാലയൻ റിവേഴ്സിന് എന്ത് കൂടുതലാണ്? കാച്ച്മെന്റ് ഏരിയ അഥവാ വൃഷ്ടി പ്രദേശം എല്ലാം കൂടുതലുള്ള നദികളാണ് ഇത് ഹിമാലയൻ റിവേഴ്സ്. അപ്പോൾ കാച്ച്മെന്റ് ഏരിയ അഥവാ വൃഷ്ടി പ്രദേശം ആർക്ക് കൂടുതലാണ്? ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ നദികൾ കൂടുമ്പോൾ കുറവാണ് ആർക്ക്? പെനിൻസുലാർ റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികൾക്ക്. ഇറോഷൻ അഥവാ അപരദനം അത് കൂടുതൽ ആർക്കാ? ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയൻ നദികൾക്കാ. എന്നാൽ ഇറോഷൻ അഥവാ അപരദനം കുറവാർക്കാ? പെനിൻസുലാർ റിവേഴ്സ് അഥവാ ഉപദ്വീപീയ നദികൾക്ക് അത് കുറവാണ്. അടുത്ത എന്താണ്? ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, ഉയർന്ന ജലസേചന ശേഷി കൂടുതൽ, ഡാമുകളൊക്കെ കെട്ടാൻ കൂടുതൽ സുഖം എവിടെയാണ്? ഈ ഹിമാലയൻ റിവേഴ്സിലാണ്. പക്ഷേ അത് എവിടെ കുറവാണ്? പെനിൻസുലാർ റിവേഴ്സിൽ അതിൻ്റെ ശേഷി കുറവാണ്. നാവിഗബിൾ അലോങ് ദ പ്ലെയിൻസിലെ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഈ നദികളിലൂടെ ഉള്ളിലൂടെ ബോട്ടുകളും മറ്റൊക്കെ ഓടിക്കാൻ കൂടുതൽ സുഖം എവിടെയാണ്? ഹിമാലയൻ റിവേഴ്സ് അഥവാ ഹിമാലയൻ നദികളിലാണ്. പെനിൻസുലാർ റിവേഴ്സ് ഉപദ്വീപീയ നദികൾ അതിനുള്ള സൗകര്യം എന്താണ്? കുറവാണ്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ്, ഹിമാലയൻ നദികളുടെ ഫീച്ചേഴ്സ് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആട്ടോ പെനിൻസുലാർ റിവേഴ്സിന്റെ ഫീച്ചേഴ്സ്. അടുത്തത് 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് പെനിൻസുലാർ പ്ലേറ്റ്, ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, പെനിൻസുലാർ പ്ലേറ്റ് അതോ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു 4-5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താടാ? ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് അല്ലെ, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ത്? പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ദ ലാർജസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ്. ഏതൊക്കെ സംസ്ഥാനത്തുകൂടി കടന്നു പോകുന്നുണ്ട്? മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഇത്രയും സംസ്ഥാനത്ത് കൂടി ഇത് കടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ടോട്ടൽ ഏരിയ എത്രയാടാ? 15 lakh സ്ക്വയർ കിലോമീറ്റർ, 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ വിസ്തീർണം. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? മൗണ്ടെയിൻസ്, പ്ലേറ്റ്യൂസ് ആൻഡ് വാലീസിലെ പർവ്വതങ്ങളും പീഠഭൂമികളും താഴ്വരകളും ഇവിടെ കാണുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയത് ഏതാടാ? ആനമുടി ആട്ടോ. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടെയിൻ ഏതാ? ആനമുടി, 2695 മീറ്ററിൽ കേട്ടോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്, ധാതുക്കളുടെ കലവറ. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് അഥവാ ധാതുക്കളുടെ കലവറ. അപ്പോൾ ഇത്രയുമാണ്. പിന്നെ വേണമെങ്കിൽ ഈ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇവിടെ ടീക്ക്, സാല്, ബാംബു അല്ലേ, അതായത് തേക്ക്, സാല്, ചന്ദനമുള, അതായത് നമ്മുടെ പുഷ്പ സിനിമയിലുണ്ടല്ലോ രക്തചന്ദനം, ചുവന്ന ചന്ദനം അല്ലെ, താഴത്തില്ലടാ. നിങ്ങളുടെ മാർക്ക് താഴാൻ എജുപോർട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. പിന്നെ 1 വേർഡുകൾ ചോദിക്കുകയാണെങ്കിൽ ഒന്നുതാ, ഡ്യൂൺസ് ആർ പെക്യുലർ വിച്ച് ഹിമാലയൻ റേഞ്ച്, ഡ്യൂണുകൾ ഏത് ഹിമാലയൻ നിരയുടെ സവിശേഷതയാണ്? ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തെന്താടാ? Identify the northern mountain range where the major hill stations such as Shimla and Darjeeling situated അല്ലേ. ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള പ്രധാന മലയോര സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹയസ്റ്റ് റേഞ്ച് ഓഫ് ദി ഹിമാലയ മൗണ്ടൻസ്, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. അതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള 1 വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പ്രതീക്ഷിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. നമ്മളെ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ്, നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. പ്രഡിക്ഷൻ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പം nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, സെറ്റാക്കുക, റെഡിയാക്കുക. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എല്ലാം ഉഷാറാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഹോംവർക്കിന് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ nafi.edupod മറക്കണ്ട. വീണ്ടും കാണാം. അതിലേക്ക് ബൈ.